നമുക്ക് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറൽ ഷാമ്പൂ പൗഡർ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഷാമ്പൂ പൗഡർ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചൽ, താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്ത് മുടി നല്ല ഉള്ളോടുകൂടി വളരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമ്മൾ ഇന്നൊരു നാച്ചുറൽ ഷാമ്പൂ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഏകദേശം പകുതി ബോട്ടിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷാമ്പൂ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ ആണ് കേട്ടോ. ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിയിലുണ്ടാവുന്ന അഴുക്കായിക്കോട്ടെ, ഓയിലായിക്കോട്ടെ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ഓയിൽ ഫ്രീ ആക്കാനും അത് മാത്രമല്ല നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ ആണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തയ്യാറാക്കി വെക്കാത്തവരാണെങ്കിൽ ഈ നാച്ചുറൽ ഷാമ്പൂ പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇന്ന് പാക്ക് തയ്യാറാക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഷാമ്പൂ പൗഡറൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് തയ്യാറാക്കാനും എളുപ്പമാണ്, ഇത് ഉപയോഗിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഇതുപോലെ ഒരു ഷാമ്പൂ പൗഡറൊക്കെ തയ്യാറാക്കിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഹെയർ ഫോൾ ആയിക്കോട്ടെ, പിന്നെ താരൻ്റെ പ്രശ്നം ആയിക്കോട്ടെ, അതൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ സഹായിക്കുന്ന ഒരു ഷാമ്പൂ പൗഡർ ആണ് കേട്ടോ. എനിക്കിത് ഉപയോഗിച്ചിട്ട് അത്രയ്ക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ഇത് ഉൾപ്പെടുത്താൻ തന്നെ കാരണം നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തായാലും നല്ല റിസൾട്ടേ പറയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് ഉറപ്പോട് കൂടി പറയുന്നത്. പറയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഷാമ്പൂ പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് ഇന്ന് എങ്ങനെയാണ് നമ്മൾ പാക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് മാമാർത്ത് അയച്ചു തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാനുണ്ട് കേട്ടോ. മാമാർത്ത് ഇപ്രാവശ്യം നമുക്ക് സോപ്പാണ് അയച്ചു തന്നിട്ടുള്ളത്. മാമാർത്തിന്റെ നീം മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ് കേട്ടോ. അപ്പോൾ മാമാർത്തിന്റെ സോപ്പ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മാമാർത്തിന്റെ നീം മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് നീം ആൻഡ് ടീ ട്രീ ആണ് കേട്ടോ. അപ്പോൾ നീം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ടീ ട്രീ ഉണ്ട്. ടീ ട്രീ ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നല്ലതാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, പിന്നെ നോൺ ഡ്രൈയിങ് ആണ്. അതാണ് ഈ സോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ്. അവർ ഇതിനകത്ത് മോയ്സ്ചറൈസിംഗ് ലോഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു മോയ്സ്ചറൈസിംഗ് ലോഷന്റെ ഒരു ഗുണവും നമുക്ക് സോപ്പിന്റെ ഒരു ഗുണവും കൂടി കിട്ടും. അപ്പൊ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ അവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫോർ സ്കിൻ പ്യൂരിഫിക്കേഷൻ എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏതെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് അവർ പാക്കറ്റിന്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 76% TFM വരുന്ന ഗ്രേഡ് 1 വരുന്ന സോപ്പാണ്. നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ സോപ്പ് പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എത്ര പേര് അങ്ങനെ ശ്രദ്ധിച്ച് വാങ്ങുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമൊന്നും അത് ശ്രദ്ധിക്കില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴായിട്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഗ്രേഡ് 1 സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ആ ഒരു ഡ്രൈനസ് ഒക്കെ ഒഴിവാക്കാനും, ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ഗ്രേഡ് 1 സോപ്പ് ഉപയോഗിക്കുന്നതിന്. കാരണം നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ അത് ഡ്രൈ ആക്കില്ല, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറാക്കി നിലനിർത്താൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവർ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്, ഒരു 24 hours നമുക്ക് സ്കിന്നിന് നല്ല രീതിയിൽ മോയ്സ്ചർ നിലനിർത്താൻ ഈ ഒരു സോപ്പ് സഹായിക്കുന്നതാണ് കേട്ടോ ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സോപ്പ് നല്ലൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ആ ഒരു നീമിന്റെ ഒക്കെ ഒരു ഇതില്ലേ, അത് വരുന്ന രീതിയിൽ ഒരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പതയുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെള്ളമാക്കിയിട്ട് കയ്യിലേക്ക് ആക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പതഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്മെല്ല് പറയുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണ്. പിന്നെ നമ്മളിത് കഴുകി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഒരു ഡ്രൈനസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ഒരു ഡ്രൈനസ് ഉണ്ടാവുമല്ലോ, അത് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ആയത് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ആ ഒരു മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മാമാർത്തിന്റെ ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഡ്രൈനസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ മാമാർത്തിന്റെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണിച്ചു തന്നിട്ടുള്ളത്. അവർ കൂടുതലായിട്ടും നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്, അത് മാത്രമല്ല ഒരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ് കേട്ടോ. അപ്പോൾ മാമാർത്തിന്റെ ഈ ഒരു സോപ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാമാർത്തിന്റെ വെബ്സൈറ്റിൽ, മാമാർത്തിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ, അജി 2024 എന്നാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 20% ഓഫ് ഉണ്ട്.
പിന്നെ മാമാർത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ആപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് എയർലി ആക്സസും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇത് കൂടാതെ ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇപ്പോൾ മാമാർത്തിന്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. നമ്മുടെ നിയർ ബൈ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കി അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വേഗം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 4 മാസത്തോളമായിട്ട് ഞാൻ ഇത് തയ്യാറാക്കിയിട്ട്, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു ഒരു 6 മാസം വരെയൊക്കെ നമുക്ക് ഇതൊന്നും ആവാതെ തന്നെ എടുത്തു വെക്കാന്നുള്ളത്. അപ്പോൾ ഇതുണ്ടോ 4 മാസമൊക്കെ ആയപ്പോൾ എനിക്കിത് പകുതി ബോട്ടിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് അളവിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരു ബോട്ടിൽ നിറച്ച് നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു 6 മാസം വരെയൊക്കെ ഇത് എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എടുത്തു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെള്ളമാവാതെയും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഷാമ്പൂ പൗഡർ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം. പറ്റുമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോയുടെ ആ വിഷ്വൽസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിറച്ചും തയ്യാറാക്കുന്ന ആ ഒരു അളവും കാര്യങ്ങളും അതിൻ്റെ അനുപാതവും ഒക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ചെറുപയർ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒരു നാച്ചുറൽ ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ചെറുപയർ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 സ്പൂൺ അളവിൽ ചെറുപയറിൻ്റെ പൗഡർ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ബോട്ടിലിൻ്റെ അളവിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അളവിൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് ചെറുപയർ ഉണ്ടെങ്കിൽ അത് കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി അങ്ങനെ ഇല്ല ചെറുപയറിന്റെ പൗഡറാണ് നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 6 സ്പൂൺ അളവിൽ ചെറുപയറിന്റെ പൗഡർ എടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി ഞാൻ ഇവിടെ വാങ്ങിച്ചതാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കടലപ്പൊടി നമ്മൾ 6 സ്പൂൺ അളവിൽ തന്നെ നിങ്ങൾ എടുക്കുക. ചെറുപയർ നിങ്ങൾ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ കടലപ്പൊടി എടുക്കുക കേട്ടോ. ചെറുപയർ ഇനിയിപ്പോൾ നിങ്ങൾ കുറവാണ് എടുത്തതെങ്കിൽ അതേ അളവിൽ തന്നെ നിങ്ങൾ എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 6 മാസം വരെയൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 6 സ്പൂൺ ചെറുപയറിന്റെ പൗഡറാണ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ 6 സ്പൂൺ അളവിൽ തന്നെ നിങ്ങൾ കടലപ്പൊടി എടുക്കുക. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവ നമുക്ക് എന്തായാലും നാച്ചുറൽ ഷാമ്പൂ പൗഡറൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഉലുവ ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഉലുവയുടെ പൊടി എടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉലുവപ്പൊടി നമ്മൾ അതിൻ്റെ അളവ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറുപയറിൻ്റെ പൗഡറും കടലപ്പൊടിയും നമ്മൾ 6 സ്പൂൺ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേർ പകുതി ആയിരിക്കണം നമ്മൾ ഉലുവയുടെ പൗഡർ എടുക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ ഉലുവയുടെ പൗഡർ എടുത്താൽ മതി. ഉലുവപ്പൊടി നമ്മുടെ മുടിക്ക് കുറച്ച് ഡ്രൈനസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ അളവ് ഞാൻ കുറച്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഉലുവയുടെ പൊടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മുടെ ഷാമ്പൂ പൗഡർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് 3ഉം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നല്ലൊരു ബോട്ടിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ബോട്ടിലേക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താ പറയുക, പൊടിയോ പിന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള ബോട്ടിലേക്ക് മാറ്റുക. കാരണം നമുക്ക് ഇത് എടുത്ത് വെച്ച് ഉപയോഗിക്കാനുള്ളതാണ്. വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്കൊരു 6 മാസം വരെയൊക്കെ എടുത്ത് വെക്കുന്നതോട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ആ 3 ഇൻഗ്രീഡിയൻസ് ചെറുപയർ പൊടി, പിന്നെ കടലപ്പൊടി, പിന്നെ ഉലുവയുടെ പൗഡർ, ഇത് 3ഉം തന്നെ നമ്മുടെ എന്താ പറയുക സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കാനും ഓയിലൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ് കേട്ടോ. ഈ 3 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് ചേർക്കണം. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡറാണ് ഇത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തയ്യാറാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി എടുത്ത് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുള്ള പാക്ക് തയ്യാറാക്കാം. പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്ന് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷാമ്പൂ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അളവിലൊന്നും വേണ്ട. ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിലാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 3 സ്പൂൺ അല്ലെങ്കിൽ 4 സ്പൂൺ അതിൻ്റെ കൂടിയ അളവിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കഞ്ഞിവെള്ളം ചലഞ്ചാണ്. അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം അത്യാവശ്യത്തിന് നമ്മുടെ ഷാമ്പൂ പൗഡർ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം പാക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കട്ടെ. തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുക്കുന്നത്. തലേദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കുക.
അപ്പോൾ കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു 15 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം വെച്ചാലും കുഴപ്പമില്ല. സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരം അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ ഞാനിത് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ തന്നെ ഇത് എടുക്കുകയാണ്. ഇപ്പൊ കുഴപ്പമില്ല. ഇത് കണ്ടോ നമ്മുടെ കഞ്ഞിവെള്ളമായിട്ട് നമ്മുടെ ഷാമ്പൂവിന്റെ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചേർത്തുള്ള കഞ്ഞിവെള്ളമൊക്കെ ഏകദേശം ഒരു കുഴമ്പൽ പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇനി നമുക്കിതൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇത് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം ഉലുവയുടെ പൊടി എല്ലാം പൊടിയാണല്ലോ, അതെല്ലാം നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പൊ ഇതാ നമ്മുടെ ഷാമ്പൂ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഷാമ്പൂ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കുക. എന്നിട്ട് കുറച്ച് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഡ്രൈ ഹെയറുകാരാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ പാക്ക് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. ഡ്രൈനെസ് ഉണ്ടാക്കുന്നതെന്നല്ല, നമ്മുടെ മുടിയിൽ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് റിമൂവ് ചെയ്യും. അപ്പം അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുക്കാതെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഒരിക്കലും നമുക്ക് ഈ പാക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഓയിലി ഹെയറുകാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചാൽ മതി. ഡ്രൈ ഹെയറുകാരാണെങ്കിൽ അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ എന്തായാലും എൻ്റെ മുടി ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ ഇത് നോക്കിയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതാ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊന്നും ചീക്കി കെട്ട് കളഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ മുടിയൊക്കെ ചീക്കി നന്നായിട്ട് കെട്ട് കളഞ്ഞിട്ട് മാത്രമേ ഓയിലൊക്കെ തേച്ച് നമ്മുടെ പാക്ക് തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഇരുന്ന് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മേത്തൊക്കെയാവും. കാരണം കുറച്ചൊരു ലൂസ് ഫോമിലാണ് നമ്മുടെ പാക്ക് വരുന്നത്. ലൂസ് ഫോം അല്ല, കണ്ടോ ഇത് കണ്ടോ, ഒരു കുഴമ്പൽ പരുവത്തിലാണ് നമ്മുടെ പാക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹെയർ ഫോൾ ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ലിക്വിഡ് ഫോമിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് മുകളിലൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ എഴയൊക്കെ എടുത്ത് തേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തേക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ലിക്വിഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തേക്കുമ്പോൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇത് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടിയിലും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം വേണമെങ്കിൽ ഈ നാച്ചുറൽ ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് പാക്ക് തേച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുടിയിലുള്ള ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് റിമൂവ് ചെയ്യൂ കേട്ടോ. ഡ്രൈ ഹെയറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ തേച്ചിട്ട് മാത്രമേ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഷാമ്പൂ പാക്ക് നമ്മുടെ മുടിയും സ്കാൽപ്പും ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചൽ, താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും പിന്നെ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ ഓയിലായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഉള്ളില്ലാത്തൊരു ഫീൽ ഇരിക്കുകയാണെങ്കിൽ ഈ പാക്ക് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. എന്തായാലും അടുത്ത ദിവസത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനും ഈ പാക്ക് നല്ലതാണ്. അപ്പോൾ ഈ പാക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം നമ്മൾ അതുപോലെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. പിന്നെ കഴുകുന്ന സമയത്ത് നിങ്ങൾ വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഇത് തന്നെ ഒരു നാച്ചുറൽ ഷാമ്പൂ പാക്ക് ആണ്. അപ്പോൾ നമ്മുടെ മുടിയും സ്കാൽപ്പും നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ഷാമ്പൂ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്താൽ മാത്രം മതി. അപ്പൊ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു ഷാമ്പൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിന്റെ തലേ ദിവസം വേണമെങ്കിൽ ഈ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.